നല്ല അടിപൊളി ഒരു ബാംബു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. തിരുവനന്തപുരത്തുള്ളവർ നേരെ ഓടി പോകുന്നു. തിരുവനന്തപുരത്ത് ഒരു കിടിലൊരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് എവിടെയെന്ന് വെച്ചാൽ വേറ്റിനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെമ്പായത്തിനടുത്തുള്ള വേറ്റിനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഒരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം അവിടെ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിവിടെ വേറെ 2 കപ്പിളും കൂടെ ഉണ്ട്. അപ്പം ആരൊക്കെയാണെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തോടെ കാണാനല്ലോ ബാക്കിൽ ഇരിപ്പുണ്ട്. നമ്മൾ വീഡിയോ തന്നെ കാണാൻ പറ്റും തോന്നുന്നു, വൈഡ് ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റും തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടിട്ട് നമ്മൾ പോകുന്ന ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ മടവൂർ പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തിരുവനന്തപുരത്ത് ഒരു ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് ആണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മളെ കൂടുതലവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ആ പാറയിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. പേര് പറഞ്ഞോ? മോഹൻ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പറഞ്ഞോ, ജോലിയൊക്കെ പറഞ്ഞോ? റിട്ടയർമെന്റ് ലൈഫിലിരിക്കുക അല്ലേ? അപ്പൊ ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തിരുവനന്തപുരത്തോട്ടൊക്കെ ഒന്ന് വന്നാ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങള് വന്നതാണ് അല്ലേ. പിന്നെ വൈഫുണ്ട് കൂടെ. ആന്റിയുടെ പേരൊക്കെ പറഞ്ഞോ? ടീച്ചറാണ് കേട്ടോ, ഹെഡ് മിസ്റ്റർ ആയിരുന്നു അല്ലേ? ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്? സോഷ്യൽ സയൻസ് ആയിരുന്നു. അതെ, സോഷ്യൽ സയൻസ് അല്ലേ? ഗവൺമെന്റ് സ്കൂൾ അല്ലേ? പിന്നെ ആദരവുണ്ട്. ഓക്കെ. എവിടെ? വട്ടപ്പാറത്തിയോ? ഓ, ഇതാണ് വട്ടപ്പാറ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം പോയതെന്ന് തോന്നുന്നു അല്ലേ? ഈ സ്ഥലത്ത് പോകണമെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി. ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈപ്പാസിന്റെ വീഡിയോ കാണിച്ചില്ലേ? നമ്മളിവിടെ വന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് ഇതാണ് സ്ഥലം, മടവൂർ പാറ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അതിലേക്കൂടെ മേളിലോട്ട് കയറാം. പക്ഷേ ഇപ്പം നമുക്ക് കയറാൻ പറ്റില്ല. 5 മണിക്ക് ശേഷം കയറാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ നടന്ന് ഈ പാറയുടെ മേളിൽ പോകാൻ പറ്റും. ഇതൊരു ചെറിയൊരു പാറയാണ്. ഇതൊരു അധികം ആർക്കും അറിയാമായിരിക്കും. എന്നാലും ഗുഹാക്ഷേത്രം ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളകത്തോട്ട് കയറാം. നമ്മളാദ്യമായിട്ടാണ് ഒരു ഹെഡ് മിസ്റ്ററായിട്ട് മല കയറുന്നത്. ഇത് ടൂർ പോലായല്ലോ അല്ലേ? ടൂർ പോലെ. ചൂട് സമയത്ത് പാറയെല്ലാം നല്ല ചുട്ടു പഴുത്ത്, അതെ, നല്ല ചുട്ടു പഴുത്ത പാറയാണ്. വാ, നിങ്ങോട്ട് കയറി നോക്കി പോണേ. നമ്മൾ ഇവിടെ കുറച്ച് മുകളിലെത്തി. ഇവിടെ നമുക്ക് നിൽക്കാനൊക്കെ ഉള്ള സ്ഥലവും പിന്നെ വെള്ളമല്ല. അത് ഇപ്പോൾ വെള്ളം കുറവാന്ന് തോന്നുന്നല്ലേ? സന്ദർശന സമയം 9 മുതൽ 6 വരെ മാത്രം. വെള്ളം കുറവാ. ശരിയാണല്ലോ, ഇതിനകത്തെല്ലാം കോയിനാണല്ലോ. പൈസ വീണതായിരിക്കും. വെള്ളമുള്ളപ്പോൾ കുളിച്ചതല്ലായിരിക്കും അല്ലേ? അതോ അങ്ങനെ വല്ലതും പൈസ ഇടുന്നതായിരിക്കും. അതിനകത്ത് കുറേ ചില്ലറ പൈസ ഒക്കെ കാണാം കേട്ടോ. മീനുണ്ടല്ലേ? മീനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാറയുടെ മുകളിലെത്തി എന്ന് പറഞ്ഞാലും നമുക്കിവിടെ വേറെ പല പർപ്പസ് ഉണ്ട് കേട്ടോ. അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു പാറ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജിലെ കൂടെയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാംബു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ ബാംബു ബ്രിഡ്ജ്. ഇവിടെ കുറച്ച് അമ്മമാരൊക്കെ ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട്. നല്ല രസം കേട്ടോ. എന്താ പറയുക, ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാൻ. ഇനിയും കുറച്ചും കൂടെ വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അടിപൊളിയായിരിക്കും. അതൊക്കെയാണ്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല തണുത്ത കാറ്റടിക്കുന്നല്ലേ? അപ്പോൾ ഇനി നമ്മൾ അവരോട് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ മലയുടെ മേളിലോട്ട് കയറി വന്നാൽ സാധാരണ കാണാത്തൊരു കാഴ്ചയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റേജ് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പ്രവേശന ഫീസൊന്നും ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ വന്ന സമയത്ത് നമ്മളിതാ ഇതിലൂടെ കയറിയിട്ട് ഈ ബാംബു ബ്രിഡ്ജിലേക്കൂടെ പോകും. ഇവിടെ സത്യം പറഞ്ഞാൽ ചെറിയ രീതിയിൽ വിഷമമുണ്ടല്ലോ. ഇവിടെ എല്ലാം ടൂറിസമൊക്കെ കുറഞ്ഞു വരുവാണ്ടോ. എല്ലാം ആ രീതിയിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. മേളിലത്തെ പുല്ലെല്ലാം പോയി. ഇനി ഓല മേഞ്ഞതാണ് അല്ലേ? തന്നെ ഇതിലെ കൂടെയാണ് നടന്നത്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2016 2016. വാ, കയറി ഇതിനകത്തോട്ട് കയറി വാ. അപ്പോൾ ഇതിലെ കൂടെയാണ് ആഹാര പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ മുകളിൽ കൊണ്ടുപോയി കഴിക്കാൻ പാടില്ലുണ്ട്. മൺഡേ അവധിയാണ് കേട്ടോ. ഇവിടെ തിങ്കളാഴ്ച അവധി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടോ, ഇതാണ് ഞാൻ പറയുക ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് അല്ലേ? പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നിയിട്ടിപ്പം അടിപൊളിയുണ്ട് കേട്ടോ. ഇത് സെറ്റപ്പ്
വിചാരിച്ചതിനേക്കാളും കൊള്ളാം. നീ ഇപ്പുറത്തോട്ടുന്ന് അവിടെ നിന്ന് വെച്ചിട്ട് വെട്ടം കിട്ടും കേട്ടോ. ഇത് നല്ല സെറ്റപ്പ് അല്ലേ? ഇതിങ്ങനെ കയറി പോകാൻ പറ്റുക. നമ്മൾ നല്ല ബാമ്പൂല് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുണ്ട് മേളിൽ ഓല, അതിൻ്റെ മുകളിൽ താർപ്പായിട്ട് അതിൻ്റെ മുകളിൽ ഓലയായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ ഓലയൊക്കെ പോയി. ഇപ്പോൾ ഇത് കുറേയൊക്കെ ഇതിൻ്റെ ടൂറിസം കുറഞ്ഞു വരുന്നു. ഇവിടെയൊക്കെ കഫ്റ്റീരിയസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിലവിലൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. ഉണ്ട്, അടിപൊളിയല്ലേ, വെറൈറ്റി അല്ലേ? നല്ല സംഭവമൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തടിയാന്ന് വിചാരിക്കും, പക്ഷേ ഇരുമ്പിന്റെ ഫ്രെയിമാണ് കേട്ടോ. ആണ് ഇരുമ്പിന്റെ ഫ്രെയിമുണ്ടോ, ഫുള്ള് കയറൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ടല്ലേ, ഇത് സൂപ്പർ. അല്ലേ ഇത് മലേഷ്യയിലേക്കുള്ള പോലെ ഉണ്ടല്ലേ, ഈ ബാമ്പു ബ്രിഡ്ജൊക്കെ കാണുമ്പോ. അപ്പുറത്തോട്ട് കേരളമാണ്, ഇപ്പുറത്തോട്ട് വരുമ്പോ വേറെ മലേഷ്യയിലോട്ടുള്ള ബ്രിഡ്ജ് മാത്രം വെറൈറ്റി ആണ് കേട്ടോ. നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് സെറ്റപ്പ് ടൂറിസം ആക്കാം. ടൂറിസം ആണ് യഥാർത്ഥത്തിൽ, പക്ഷേ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ മേലോട്ട് പോകാം. ഒരുപാടുണ്ട് നടക്കാൻ. ഇതാ ഈ ബാമ്പു ബ്രിഡ്ജ് ഇവിടുന്ന് ടേണിംഗ് ഒക്കെ ഉണ്ടല്ലേ. ഇനി ഇവിടെ ബാമ്പു ടേണിംഗ് ആണ്, ബാമ്പു ടേണിംഗ്. നോക്കിയേ എന്നെ ഭംഗിയാറ്. നീ ഇവിടുന്ന് വേണ്ടോ, നല്ല രസമല്ലേ? ഇവിടുന്ന് മേളിൽ നിന്നാണ് നല്ല ഭംഗിയുണ്ടോ. അത് ഓടിപ്പോയി വീഡിയോ ആണ്, ഫോട്ടോ അല്ല. പക്ഷേ വേണമെങ്കിൽ നമുക്ക് നിനക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തരാം കേട്ടോ. നല്ലൊരു വൈഡായിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ നടന്നിങ്ങനെ മുകളിലോട്ടെത്തി. പക്ഷെ ഇവിടെ സേവ് ദ ഡേറ്റ് അലൗഡ് അല്ലെന്ന് ഞാൻ എവിടെയോ കണ്ടു. അപ്പോൾ വേണ്ടല്ലേ, വായിച്ചോളേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, പൂട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളെ എവിടെയായിരുന്നു ഈ സ്ഥലം, നമ്മൾ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള സദാനന്ദപുരം. അത് പൂട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പൂട്ടിച്ചിട്ടുണ്ടെന്ന് പറയാം. അവിടെ ആൾക്കാർ ഒരുപാട് പോയി, നമ്മളെ വീഡിയോ കണ്ടിട്ട് പോയി, അല്ലാതെയും പോയി. അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ആയി. പിന്നെ ഒരു റിസ്കി പ്ലേസ് ആണ്, അങ്ങനെ അത് പൂട്ടിച്ചു. അപ്പോൾ ഇനി ഇത് പൊട്ടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നടന്ന് ഇപ്പുറത്തെ സൈഡ് വന്നു കേട്ടോ. പാറയുടെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് ഇത്രയും ദൂരം നമ്മൾ ബാമ്പു ബ്രിഡ്ജിൽ നടക്കാറുണ്ട് കേട്ടോ. ഇതിലേ കൂടെ നടക്കുന്നത് തന്നെയാണ് ഈ ഒരു മലയിൽ വന്നതിൽ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയൊക്കെ നമുക്ക് നോർമലായിട്ടുള്ള കാര്യമാണെങ്കിലും ഇതൊരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. അമ്മ വേണ്ടേ, അവിടെ ഫ്ലാറ്റും കാര്യങ്ങളും. ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര സ്പേസേ ഉള്ളൂ അല്ലേ. ഇവിടെ ഒരു ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തും ഇരിക്കാം. ഗോപുരം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ മേളിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ച് അതേ വഴി തന്നെ പോകണം കേട്ടോ. ഞാൻ കരുതി വെച്ചാൽ അമ്പലം വഴിയായിരിക്കും പോകുന്നത്. അമ്പലം വഴിയല്ല, തിരിച്ച് അതേ വഴി തന്നെ നമ്മൾ പോകണം. അമ്പലത്തിൽ പോകേണ്ടവർ അവിടെ താഴെ ഇറങ്ങിയിട്ട് പിന്നെ മേളിലോട്ട് കയറും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നല്ല കാറ്റത്തുള്ള വ്യൂ കേട്ടോ. തിരുവനന്തപുരം സിറ്റിയുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അവിടുന്ന് കാണുന്നത്, ഈ കാണുന്നതൊക്കെ തിരുവനന്തപുരം സിറ്റി മേഖലയാണ്. ഇതെല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണുന്നതെല്ലാം തിരുവനന്തപുരം സിറ്റിയാണ്. അപ്പോൾ അതെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് കഴക്കൂട്ടം, ആ സൈഡ് തിരുവനന്തപുരം എല്ലാം കാണാൻ പറ്റും അല്ലേ. ടെക്നോ പാർക്ക് ഏരിയ നിനക്കും അറിയാം, എല്ലാം കാണാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു പോകാല്ലേ. ഇനി നമുക്ക് താഴെ പോയിട്ട് ക്ഷേത്രത്തിലോട്ട് പോകണ്ടേ അല്ലേ. അപ്പുറത്തല്ലേ ചേങ്കോട്ട് പോകണം ആശ്രമം. നമുക്കത് കിട്ടുന്നില്ല, ദൂരമായിപ്പോയി. ഞാൻ സൂം ചെയ്തല്ല. ഈ കാണുന്നത് ചേങ്കോട്ട് പോകണ ആശ്രമമാണ് കേട്ടോ. ഈ കാണുന്നത് ഈ കണ്ടോ, ഇതാണ് ചേങ്കോട്ട് പോകണ ആശ്രമം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. താഴെയുള്ള ഗുഹാക്ഷേത്രം അല്ലേ, മഹർഷികൾ താമസിച്ചാണ്. താമസിച്ച സ്ഥലമാണല്ലേ. ഓക്കെ ഓക്കെ, ഗുഹാക്ഷേത്രം, ശിവക്ഷേത്രം അല്ലേ. ഓക്കെ. ഇതിലെ കൂടെ വഴിയുണ്ടോ? റോഡിൽ ഇറങ്ങാതെ ഇടത്തോട്ട് പോയത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് താഴെ ക്ഷേത്രത്തിലോട്ട് പോവാം അല്ലേ. അപ്പോൾ അതെ, ഇത് താഴെ ഇനി നമുക്കൊരു ക്ഷേത്രമുണ്ട്, ഗുഹാക്ഷേത്രമാണ്. അവിടെയും കൂടെ പോവാം. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതുകൂടെ കാണാൻ നല്ല രസമില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ഒരു ഈവനിങ് സ്പോട്ടാണ്. ഇതാണ്ട് നമുക്കിത് ഇവിടെ നല്ലൊരു പൂ കാണാം. ഇതെന്താണെന്ന് ഇതിൻ്റെ പേരറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി വെറൈറ്റി അല്ലേ. എന്തേലും
അതാണ് സാധനം അല്ലേ? ഈ പൂവിന്റെ ആണത്? കറങ്ങി കറങ്ങി പോതാ. ഇതാണ് സാധനം കേട്ടോ. ഇതുണ്ടോ ഇത്? ഇതിങ്ങനെ കറങ്ങി കറങ്ങി പോവല്ലേ? അത് എത്തത്തില്ല. ഇതാണ് ഉണങ്ങിയ സാധനം. ഇതുപോലെ ഇരിക്കും കേട്ടോ. കണ്ടോ? നെല്ല് മേപ്പോട്ട് ഇടണമെന്നാണ് അതിൽ കറക്കി ഇടണോ? ഇട്ട് വെറുതെ ഇട്ടാ മതി അല്ലേ? ശരിയായില്ല. അത് സ്ഥിരം ഇവക്ക് ഇത് തന്നെയാണ് പണി. പോകുന്നിടത്തെല്ലാം പൂവിച്ചലും. എന്ത് ഇതാണ് സാധനം അല്ലേ? ആ കൊളായിട്ടുണ്ട്. ഇല്ല കിട്ടിയില്ല. ഒരെണ്ണം മാത്രം ഇട്. അതിങ്ങനെ കറങ്ങി പോകുന്നല്ലേ ഉദ്ദേശിക്കുന്നേ? മോളെ പോയി 5 എടുത്ത് ഇവിടെ നിട്ടേക്കാമേ കേട്ടോ. അതെ പോന്നു. ഇപ്പൊ കിട്ടി. കറങ്ങി കറങ്ങി പോ. അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് മുമ്പേ വരണം കേട്ടോ. 7 മണി വരെ ഇവിടെ അലൗഡ് ഉള്ളൂ. 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് വിടത്തില്ല. അപ്പോൾ അതിന് മുമ്പേ വരാൻ ശ്രമിക്കാം. വൈകുന്നേരം വന്നാൽ മതി. ഒരു 4 മണിക്ക് ശേഷം വന്നിട്ട് ഒരു 6:30 ആകുമ്പോൾ തിരിച്ചു പോകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ വന്ന വഴി താഴേന്ന് നമ്മൾ മേപ്പോട്ടാണ് വന്നത്. നിങ്ങൾക്ക് വണ്ടിയിലൊക്കെ വരുന്നവർക്ക് ഇതിലേ കൂടെ വരാം കേട്ടോ. അതായത് നമ്മൾ അവിടുന്ന് ചോദിച്ചാൽ മതി ഇതിൻ്റെ ടോപ്പിലോട്ട് പോകേണ്ട വഴി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. വണ്ടി നേരെ ഇവിടം വരെ വരും കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഈ ഒരു ചൂടത്ത് എന്നെ വിളിച്ചതിന് ചോദിക്കാറുണ്ട്, ചൂടത്ത് എവിടെയെങ്കിലും ആശ്വാസമുള്ള സ്ഥലമുണ്ടോ? അതുകൊണ്ട് അല്ലേ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ആശ്വാസമുള്ള സ്ഥലമാണ്. പൂട്ടുന്നതിന് മുമ്പായിട്ട് വരണം കേട്ടോ. നീ ബാക്കിലിരുന്ന് ഭയങ്കര തഗ്ഗാണല്ലോ. പൂട്ടിക്കുന്നതിന് മുമ്പായിട്ട് വരണം. ഇതൊക്കെ ഭയങ്കര മോശം പരിപാടിയല്ലേ? എന്താന്ന് നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളല്ലേ, അവർക്ക് കുറച്ചുകൂടെ കടകളൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് പൂട്ടിക്കുവാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മള് കൊട്ടാരക്കരയിൽ നമ്മൾ പൂട്ടിച്ചില്ലേ? സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആണല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ്ട് നമുക്കിത് ഈ റോഡില്ലേ, ഈ റോഡ് വരെ ഇവിടം വരെ വരാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് നമുക്ക് ഡയറക്റ്റ് മുകളിലെത്താൻ പറ്റും. ഞങ്ങൾ പക്ഷേ താഴേന്ന് വന്നതാണ് കയറിയത്. അല്ലാത്തവർ മുകളിൽ ഇവിടെ വന്നത്. ഈ ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ വന്നാൽ മതി. മടവൂർപ്പാറ, കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് മടവൂർപ്പാറ സംരക്ഷിത സ്മാരകം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോകാം. നീ ഇത് പറത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണോ? മതി. അപ്പോൾ അതേ നല്ല ഭംഗിയിൽ സൺസെറ്റിന് സമയമായി വരുന്നുണ്ട്. നല്ലൊരു വ്യൂ കേട്ടോ, അടിപൊളി അല്ലേ? അപ്പോൾ അതെ നല്ല ഭംഗിയായിട്ട് സൺസെറ്റ് ഇവിടെ ഇരുന്ന് കാണാനുണ്ടോ. എല്ലാവരും സൺസെറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പാറയുടെ പുറത്ത് കയറിയിരുന്ന് ഇങ്ങനെ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി, പാറയുടെ താഴെ ഇറങ്ങിയിട്ടതാ ഈ ക്ഷേത്രത്തിൽ കൂടെ ഒന്ന് കയറുവാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കാണേണ്ട ഒരു ക്ഷേത്രമാണ്, ഒരു ഗുഹാക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മടവൂർപ്പാറ. ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് മടവൂർപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ശിവക്ഷേത്രത്തിൽ കൂടി ഒന്ന് കയറി തൊഴുതിട്ട് പോകാം. നല്ല രസമില്ലുണ്ട് കേട്ടോ, നല്ല സ്റ്റെപ്പൊക്കെ ആയിട്ട്. നമ്മൾ അധികം തിരുവനന്തപുരത്ത് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് പ്രതീക്ഷിച്ചതില്ലല്ലേ? അതാ ഗുഹാക്ഷേത്രമാണ്. അതാ മേളിലൂടെ നമുക്ക് മേളിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം. നമ്മളിത് അമ്പലത്തിൻ്റെ മുകളിലെത്തി. പിന്നെയെന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് ഇവിടം വരെ ക്യാമറ അലൗഡ് ഉള്ളൂ. ഇതൊരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. മുകളിലായിട്ടാണ് കേട്ടോ, ഒരു ഗുഹയിലാണ് കേട്ടോ ക്ഷേത്രം ഇരിക്കുന്നത്. നല്ല രസമാണ്. ഞങ്ങൾ പോയി തൊഴുതിട്ടൊക്കെ വന്ന് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വരുന്നവർ ഈ ക്ഷേത്രത്തിലും കൂടെ വരുക. നല്ലൊരു ആംബിയൻസ് ആണ്, പാട്ടൊക്കെ ആയിട്ട് അല്ലേ? നല്ലൊരു ആംബിയൻസ് അല്ലായിരുന്ന. ഒരു പായസം കുടിച്ചു. എന്ത് പായസം കുടിച്ചല്ലോ? പായസം അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് ഇനി പാൽപ്പായസം കുടിച്ചിട്ട് താഴോട്ട് ഇറങ്ങാം അല്ലേ? അപ്പം നമ്മൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നേരെ വീട്ടിലോട്ട് പോവാണല്ലേ? യെസ്.